ഉത്തർപ്രദേശിൽ ഇനിയും സുവിശേഷം ഇത്രയും പ്രതികൂലങ്ങളുടെ നടുവിലും ഇത്രയും നമ്മളെ പുറത്താക്കിയതിനു ശേഷവും സുവിശേഷകന്മാരെ അകാരണമായി അറസ്റ്റ് ചെയ്തതിനു ശേഷവും അവരുടെ കുടുംബങ്ങളെ ഇത്രയും ടോർച്ചർ ചെയ്തതിനു ശേഷവും ഇത്രയും പീഡിപ്പിച്ചതിന് ശേഷവും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതുണ്ടോ? ഉത്തർപ്രദേശിലെ സിക്കന്ദർപൂരിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ ജോസ് തോമസിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പണവും ജോലിയും വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പോലീസ് മേധാവികൾ, അവിടെയുള്ള പ്രാദേശിക പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണിത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ വിശ്വാസികൾ അവിടെയുണ്ട്. വളരെ നിസ്സഹായരായിട്ടുള്ള ജനങ്ങളാണവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാധീനമില്ല, അവർക്കൊന്നും ചെയ്യുവാൻ തടയുവാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യരാണെന്ന് നമ്മൾ വളരെ വ്യക്തമായി ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് തൊണ്ടി മുതൽ എന്നുള്ള നിലയിൽ കുറേ പുസ്തകങ്ങൾ എടുത്ത്, അതായത് ബൈബിളും പാട്ടുപുസ്തകങ്ങളുമൊക്കെ എടുത്ത് ഒരു ചാക്കിലും ബാഗിലുമൊക്കെ ആയി അത് സീല് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മതേതര ഇന്ത്യയുടെ ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണെന്ന് പറയാതിരിക്കുവാൻ വയ്യ. അനേക കന്യാസ്ത്രീകൾ, അനേക പുരോഹിതന്മാർ, അനേക സുവിശേഷ പ്രവർത്തകന്മാർ അവരൊക്കെ അകാരണമായി അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയം തകരുന്ന കാഴ്ചയാണിത്. ഈ ദേവദാസന്മാർക്ക് കുടുംബവും കുഞ്ഞുങ്ങളുമൊക്കെ ഉള്ളതാണ്. ഒരു ദർശനത്തിൻ്റെ പുറത്ത് ദൈവം അവരോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ ആലോചനയുടെ പുറത്ത് ഒരു ആത്മഭാരത്തോടുകൂടെ മറ്റുള്ള ജനങ്ങളുടെ കണ്ണുനീര് ഒപ്പണം അവിടെ യേശു കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കണം. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അറിയിക്കണം. അവിടെയുള്ള ജനങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു വലിയ മാറ്റമുണ്ടാകണം, പരിവർത്തനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ മാത്രമാണ് ഇവർ പോയത്. എന്നാൽ അവരെ വശീകരിക്കത്തക്ക രീതിയിൽ, വശീകരിച്ച് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ഈ ദൈവദാസന്മാരുടെ കരങ്ങളിൽ റിസോഴ്സുകൾ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവർ ഈ പറയുന്നത് പോലെ ജോലി കൊടുക്കുവാനോ ഇവർ ഈ പറയുന്നത് പോലെ പണം കൊടുക്കുവാനോ ഈ ദേവദാസന്മാരുടെ കരങ്ങളിലില്ല. അങ്ങനെ ഒരു സിസ്റ്റം ക്രൈസ്തവ പ്രേക്ഷിത പ്രവർത്തകരുടെ കരങ്ങളിലില്ല. എക്സസ് ആയിട്ടുള്ള എമൗണ്ട്, ഒരു ഫണ്ട് അവരുടെ കരങ്ങളിലില്ല. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും അവർക്ക് പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി സുവിശേഷ പ്രവർത്തനം നടത്തുന്നവരാണ് ഇവർ. എന്നാൽ ഇവർ പോയതിൻ്റെ പുറകിലുള്ള ഏക കാരണം ആത്മഭാരം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ ആത്മഭാരം ഉള്ളിൽ കയറിയാൽ എത്ര പ്രതികൂലമായാലും, എത്ര നോ പറഞ്ഞാലും, ഏതെല്ലാം നിയമങ്ങൾ അതിനെതിരെ പാസ്സായെന്ന് പറഞ്ഞാലും പോകുവാനുള്ള ഒരു ഹൃദയഭാരം അത് ഉണ്ടാവുകയാണ്. ആ ആത്മഭാരത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭവനത്തിലിരിക്കുവാൻ സാധ്യമാവുകയില്ല. ഇറങ്ങി പുറപ്പെടുകയാണ് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഉത്തർപ്രദേശ് ഈ സന്ദേശത്തെ വെറുക്കുകയാണ്, ചെറുക്കുകയാണ്, എതിർത്ത് നിൽക്കുകയാണ്. കൂടെയുള്ള അറസ്റ്റുകളും കൂടെയുള്ള നിയമത്തിൻ്റെ വിലക്കുകളും കാരണം ഈ ദൈവദാസന്മാർ വളരെയധികം അവിടെ ഭാരപ്പെടുകയാണ്. ഇനിയും അവിടെ സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഉത്തർപ്രദേശിൽ ഇനിയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആദ്യമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രതികൂല മേഖലകളിലും സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ഒരു ആത്മഭാരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രസംഗിക്കുക തന്നെ വേണം. ഈ സുവിശേഷവുമായി പോകുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പെർസിക്യൂഷനാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം പോകുവാൻ പറയുന്ന ആ കൽപ്പനയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു അതിനോടുള്ള ബന്ധത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളെ ജനങ്ങൾ വെറുക്കും, നിങ്ങളെ ആട്ടി ഓടിക്കുന്ന അനുഭവങ്ങളുണ്ടാകും, ഈ സുവിശേഷ നിമിത്തം അനേകർ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രൊക്ലമേഷൻ അഥവാ പ്രഘോഷണം എന്ന് പറയുന്ന ആ മഹാനിയോഗത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചേർത്ത് വെച്ച് തുന്നിച്ചേർത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്, അഥവാ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പീഡനം എവിടെ ഉണ്ടായാലും ഓടിപ്പോകുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ മുൻപിൽ വേണ്ടത്. നമ്മളെ വേണ്ടെന്ന് പറയുന്ന ഇടത്തും ഈ സുവിശേഷവുമായി വ്യത്യസ്ത രീതികളിൽ ചെല്ലുവാനും നമ്മളുടെ ഹൃദയത്തിൽ ദൈവം വെച്ചിട്ടുള്ള ആത്മഭാരം അത് തീരുന്നിടം വരെയും പ്രസംഗിക്കുവാനും നമ്മൾ ബാധ്യസ്ഥനാണ് എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ സീക്ക് ചെയ്യേണ്ട, നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ വിസ്ഡം എന്നുള്ള ഒരു കാര്യമാണ്. പ്രായോഗിക ജ്ഞാനം നമ്മളിവിടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മളെ എതിർക്കുവാനായി നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടം ജനം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ആക്ട് ഓൺ വിസ്ഡം, ജ്ഞാനത്തിൽ ആ കാര്യത്തെ
നാം പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ജ്ഞാനം നമുക്കുണ്ടാകണം. അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു പോരാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയുള്ളൊരു പ്രശ്നം നടക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോരുവാനുമുള്ള ഒരു വിസ്ഡം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ഗൈഡൻസ് ആണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ദൈവദാസന്മാർ, അവിടെയുള്ള മിഷണറിമാർ, അല്ല ലോകത്തിലുള്ള എല്ലാവരും തന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാവരും തന്നെ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് വേണ്ടി ചോദിക്കണം. ഈ ഒരു സമയമെന്ന് പറയുന്നത് ഹൈ അലേർട്ട് ടൈമാണ്. ഇവിടെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരിടത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്നതിന് മുമ്പ്, സുവിശേഷം അറിയിക്കുവാൻ പോകുന്നതിന് മുമ്പ്, അല്ല സഭായോഗം നടത്തുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ പോകണമോ എന്ന് ദൈവത്തോട് ചോദിച്ച് ഒരു ആക്ട് ഓഫ് വിസ്ഡവും ഒരു ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റും നാം ഈ സമയത്ത് ആഗ്രഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരു സ്ഥലത്ത് പോകുവാൻ പറഞ്ഞാൽ നമുക്ക് പോകുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് തന്നെ നൽകും. എന്നാൽ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കുന്ന സമയത്ത് പോകാതിരിക്കുവാനുള്ള ആക്ട് ഓഫ് വിസ്ഡം നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മളത് കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഒപ്പോസിഷനെ അഥവാ പെർസിക്യൂഷനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത് മാനുഷികമായിട്ടുള്ള ഒരു യുദ്ധമായിട്ടില്ല. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആയിട്ട് നമ്മൾ കാണണം. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഉത്തർപ്രദേശിലെ പോലീസുകാരോ ബജ്റംഗ് പ്രവർത്തകരോ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ അല്ല ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അവരതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് പിശാചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സ്പിരിച്വൽ ബാറ്റിലാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പിരിച്വൽ വാർഫെയർ നമ്മൾ മിഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. അതായത് ആത്മീയ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആത്മീയ ആയുധങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ജഡികമായിട്ടുള്ള ആയുധങ്ങളല്ല, അത് വാളോ കുന്തമോ തോക്കോ ഒന്നുമല്ല. അത് പ്രാർത്ഥനയാണ്, ദൈവത്തിലുള്ള ആശ്രയബോധമാണ്, ദൈവവചനമാണ്, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാണ്, വിശ്വാസമാണ്, ദൈവസന്നിധിയിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ആത്മീയ പ്രൊട്ടക്ഷനാണ്, ആത്മീയ വെപ്പൺസാണ്. ആദിമ അപ്പോസ്തലന്മാർ വളരെ ശക്തമായ പ്രതികൂലങ്ങളുടെ നടുവിലാണ് സുവിശേഷം പറഞ്ഞത്. ഓടിപ്പോകുവാനുള്ള അനേക സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ നിന്നുകൊണ്ട് ആ സുവിശേഷം അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആത്മഭാരം ആ ഒരു ഹൃദയത്തിൽ നിന്ന് അവരുടെ അപ്രത്യക്ഷമാകുന്നിടം വരെ ആ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ മറന്നു പോകരുതാത്തൊരു കാര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവർ നമ്മളെ ഒപ്പോസ് ചെയ്യുന്നുവെങ്കിൽ, അവർ നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ വളരെ വ്യക്തമായൊരു കാരണമുണ്ട്. അതിൻ്റെ അർത്ഥം നാം പ്രസംഗിക്കുന്ന സുവിശേഷം അവരുടെ ഹൃദയങ്ങളിൽ അത് അരോചകമാക്കത്തക്ക രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സുവിശേഷം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്, അഥവാ ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോഴും അപ്പോസ്തലന്മാർ സുവിശേഷം സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും പിന്മാറിയില്ലാത്തതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദേ ചോസ് ടു ഒബേ ഗോഡ് റാദർ ദാൻ മാൻ. അതായത് മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതിനെ അവർ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പെർസിക്യൂഷനെ ദൈവം അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ റിഫൈൻ ചെയ്യുവാൻ, നമ്മളെ കുറച്ചുകൂടെ മൂർച്ചയുള്ളതാക്കുവാൻ, വരും കാലത്തെ വലിയ യുദ്ധങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നതിന് വേണ്ടി സഭയെ ഒരുക്കുവാൻ ഉത്തർപ്രദേശിലെ ദൈവദാസന്മാരെ കൂടുതൽ മൂർച്ചയുള്ള ആയുധങ്ങളാക്കി ദൈവം രൂപപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഓപ്പോസിഷൻസൊക്കെ ഒരിക്കലും നമ്മളെ തകർക്കുവാനോ നമ്മളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ അല്ല. എന്നാൽ ഇത് ഒരു ടെസ്റ്റാണ്, ഇതൊരു പരിശോധനയാണ്. ഈ പരിശോധനയിലൂടെ നമ്മളെ കടത്തിവിടുന്നത് നമ്മളെ സ്ട്രോങ് ആക്കുവാനാണ്, നമ്മളെ കൂടുതൽ ധൈര്യം ഉള്ളവരാക്കി തരുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം ഇങ്ങനെയുള്ള പെർസിക്യൂഷൻസിനെ അനുവദിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അവർ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു പീഡനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടി ഇരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം അയക്കുന്ന നിയോഗങ്ങളിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടി കൂടിയിരുന്നുള്ള പ്രാർത്ഥനകൾ ആവശ്യമാണ്. കൂടിയിരുന്ന് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് വളരെ വലിയ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ധൈര്യം നമുക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവദാസീദാസന്മാർ
അവർ പ്രതികൂലങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ തന്നെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ജെൻറ്റിൽനെസ് ആൻഡ് മീക്ക്നെസ്, അഥവാ അസാധാരണമായിട്ടുള്ള വിനയവും താഴ്മയും നാം റിഫ്ലക്റ്റ് ചെയ്യേണ്ട, നാം ലോകത്തോട് കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. യെസ്, നാം വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബൈബിള് അവരെടുത്തൊരു ചാക്കിലിട്ട് കിട്ടുന്ന സമയത്ത് പാഠപുസ്തകങ്ങളൊക്കെ ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ ഒരു ചാക്കിനകത്തിട്ട് വാരിക്കെട്ടി അത് നമുക്കെതിരായിട്ടുള്ള തൊണ്ടിമുതലായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ടത് രോഷപ്രകടനമല്ല, നമ്മൾ കാണിക്കേണ്ടത് ദയയാണ്, നമ്മൾ താഴ്മയാണ് കാണിക്കേണ്ടത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു നല്ല വാക്യമുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നുവെന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ദോഷം സഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ദോഷം നമ്മുടെ മുൻപിൽ വരുന്ന സമയത്ത് നാം കാണിക്കേണ്ടത് ഇതാണ്: വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയിരിക്കുന്നവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടുകൂടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. നമുക്ക് പഠിപ്പിക്കുവാനുള്ള ആ ഒരു വലിയ കമ്മീഷനിങ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. നാളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ സാധ്യതയുള്ളവരാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ളവർ. അവർ നമ്മുടെ നേരെ നമ്മളെ തകർക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നാം കാണിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വിനയത്തോടുകൂടെ, ക്ഷമയോടുകൂടെ, ശാന്തതയോടുകൂടെ അവരെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. വളരെ അസാധാരണമായിട്ടുള്ള ക്രിസ്തീയ ഹ്യൂമിലിറ്റി, വിനയം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം റിഫ്ലക്റ്റ് ചെയ്യേണ്ട സമയമാണിത്. എന്നാൽ ചില സ്ഥലങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണത്. എന്നാൽ നമുക്കവിടെ നിൽക്കാൻ വയ്യാത്ത പ്രതികൂലങ്ങളാണ്. നമ്മുടെ ജീവനെ അപഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ വലിയ ത്രെട്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണെങ്കിൽ ഷെയ്ക്ക് ഓഫ് ദ ഡസ്റ്റ് ഫ്രം യുവർ ഷൂസ്, അതായത് നിങ്ങളുടെ ചെരുപ്പുകളിൽ നിന്ന് പൊടി തട്ടി നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. അതേ, ചില സ്ഥലങ്ങളിൽ നിന്ന് ലീവ് ദ ലൊക്കേഷൻ ഫോർ നൗ, അതായത് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുവാനാണ് ദൈവം പറയുന്നതെങ്കിൽ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള അറസ്റ്റുകളിലൂടെയും ഇങ്ങനെയുള്ള ഈ പ്രതികൂലങ്ങളിലൂടെയും നഷ്ടമാകുന്നത് നമ്മുടെ വിലയേറിയ സമയം തന്നെയാണ്. അതുകൊണ്ട് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് എങ്കിൽ മാറി നിൽക്കുവാനും നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവസരം നൽകുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനല്ലായിരിക്കും ദൈവം നമ്മളോട് പറയുന്നത്. ചില സമയങ്ങളിൽ നിശബ്ദരായി തുടരുക എന്നുള്ളതായിരിക്കാം ദൈവം നമ്മളോട് പറയുന്നത്. അവിടെ തന്നെ നിൽക്കുക, നിശബ്ദരായി പ്രാർത്ഥനാപൂർവം അവിടെ ഒരു വില്ലേജറായിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗ്രാമവാസിയായിട്ട് തന്നെ നിൽക്കുക. കാരണം നമ്മുടെ മുൻപുള്ള പ്രതികൂലങ്ങളെല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവർ ഗോൾ ഈസ് ടു റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു ദ കോളിംഗ്, അതായത് ദൈവത്തിൻ്റെ നമ്മളോടുള്ള ആ വിളിയിൽ വിശ്വസരാകുക എന്നുള്ളതാണ് നമ്മളുടെ വിളി. നമ്മൾ ഈ വിളിയിൽ വിശ്വസരായി നിൽക്കുന്ന സമയത്ത് ദൈവം ഈ പ്രതികൂലങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രതികൂലങ്ങളും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ നിവർത്തിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധ്യമായി തീരും. 100-ലധികം പുസ്തകങ്ങൾ വാരിക്കെട്ടിക്കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അവർ. അതൊക്കെ ആരാണ് നാളെ വായിക്കുവാൻ പോകുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ഇത് പക്ഷേ ആ ദൈവദാസന് കൊണ്ടുപോയി കൊടുക്കുവാൻ പറ്റാത്ത വ്യക്തി ജീവിതങ്ങൾ ആ പുസ്തകങ്ങളിലൂടെ വായിക്കുവാനുള്ള സാധ്യത നാളെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രതികൂലങ്ങളെയും ദൈവത്തിന് തൻ്റെ ആയുധമാക്കുവാൻ സാധ്യമായി തീരും, അല്ലെങ്കിൽ ദൈവത്തിന് അതൊരു മാർഗമാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം എന്നാ നമ്മളോട് പറയുന്നറിയാമോ? ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി ഈ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്: എനിക്ക് വലിയതും സഫലവുമായിട്ടുള്ള ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും വളരെയുണ്ട്. അതായത് ഒരു വഴി നമ്മുടെ മുൻപിൽ അടഞ്ഞാൽ, ഒരു ജനം നമ്മളെ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടം ജനം നമ്മളെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, അത് ഉത്തർപ്രദേശിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും USA-യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും നമ്മളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം നമ്മളെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ, വലിയതും വിശാലവുമായിട്ടുള്ള ഒരു വലിയ വാതിൽ ദൈവം നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാസ്റ്റർ ജോസ് തോമസിന് മാത്രമല്ല, ഉത്തർപ്രദേശിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും അവരാരും ലജ്ജിച്ചു പോകുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി, സുവിശേഷത്തിൻ്റെ വിശാലമായ വാതിൽ അവരുടെ മുൻപിൽ ഈ ദൈവം തുറന്നിടുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മിഷണറിമാരുടെ
ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പാസ്റ്റർ ആൽവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു ടെസ്റ്റ് മണി കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം വീണ്ടും ഉത്തർപ്രദേശിലേക്ക് മടങ്ങി പോവുകയാണ്. അദ്ദേഹം ഇപ്രാവശ്യം മടങ്ങി പോകുന്ന സമയത്ത് കൂടുതൽ ഡിറ്റർമൈൻഡാണ്, കൂടുതൽ വ്യക്തതയോടുകൂടിയാണ് പോകുന്നത്, കൂടുതൽ ധൈര്യത്തോടു കൂടിയാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികൂല മിഷൻ ഫീൽഡിലേക്ക്, തന്നെ അറസ്റ്റ് ചെയ്ത ഈ മിഷൻ ഫീൽഡുകളിലേക്ക്, അങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കുന്നു എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പ്രതികൂലങ്ങളുടെ നടുവിൽ സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന എത്രയോ ദൈവദാസീദാസന്മാർ, ആഗോള ദൈവസഭയ്ക്ക് അവരോട് ചെയ്യുവാൻ സാധ്യമായിത്തീരുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ജ്ഞാനമായിട്ടുള്ള തീരുമാനം എടുക്കുവാൻ, പരിശുദ്ധാത്മാവിന് കീഴടങ്ങുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയും ഗൈഡൻസും സ്വീകരിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുവാൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയും വിശ്വസ്തയോടുകൂടെ തുടരുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ധൈര്യവും വീര്യവും അവർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനും ആ സ്നേഹമഹാസംഗമത്തിൽ കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുവാനും കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകും. ചിര